സംസ്ഥാനത്തെ റേഷൻ വിതരണം പ്രതിസന്ധിയിൽ കണ്ണടച്ചിരുട്ടാക്കുന്ന സമീപനമാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിക്കുള്ളത്. വാതിൽപ്പടി വിതരണക്കാരുടെ സമരം റേഷൻ വിതരണത്തെ ബാധിച്ചിട്ടില്ല എന്ന വിചിത്രവാദമാണ് മന്ത്രി GR അനിൽ ഉന്നയിക്കുന്നത്. സ്റ്റോക്ക് തീർന്ന് ശൂന്യമായി കിടക്കുന്ന റേഷൻ കടകളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും റേഷൻ വിതരണത്തിൽ തടസ്സമില്ലെന്നാണ് മന്ത്രിയുടെ നിലപാട്. ഒന്ന് ഓൺലൈനിൽ നോക്കിയാൽ ഇന്ന് വാങ്ങിയ റേഷൻ കുടുംബങ്ങളുടെ എണ്ണം അറിയാൻ കഴിയും. കുറച്ച് സ്ഥലങ്ങളിൽ ഇത്തരം സമരം ബാധിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ പൊതുവിതരണ രംഗത്ത് ഈ സമരം ഈ സമയത്ത് ബാധിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല. ഒരു മാസമോ 1.5 മാസമോ എല്ലാ കടകളിലും സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് തന്നെ അരി വിതരണത്തെ ബാധിക്കില്ല. അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കേണ്ടതാണ്. അതിനനുസരിച്ച് 2 മാസം കുടിശ്ശിക കൊടുക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പ്രജിത് മോഹനൻ ചേരുന്നു വിവരങ്ങളുമായി. പ്രജിത്ത്, സംസ്ഥാനത്തെ റേഷൻ വിതരണം പ്രതിസന്ധിയിലാണ്, പക്ഷേ അത് സർക്കാർ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഇത് വളരെ കുറച്ച് സ്ഥലങ്ങളിലുള്ള പ്രശ്നം മാത്രമാണ്, അല്ലാതെ സംസ്ഥാന വ്യാപക പ്രതിസന്ധി അല്ല എന്നാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയുടേത്. എന്തായാലും നിലവിൽ ഇപ്പോഴും വാതിൽപ്പടി വിതരണക്കാരുടെ സമരം തുടരുകയാണല്ലോ. അതിന്മേലൊരു സമവായം കണ്ടെത്താൻ ഗവൺമെന്റ് തയ്യാറാകുന്നുണ്ടോ? പ്പുറത്തേക്ക് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് രാവിലെ കൂടി നമ്മൾ ഈ പറയുന്ന സമരം ചെയ്യുന്ന വാതിൽപ്പടി വിതരണക്കാരുമായി ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്നത് തങ്ങൾക്ക് ഒരു പണവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. മന്ത്രി കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചിരിക്കുന്നു, സംസ്ഥാനത്തെ ഈ വാതിൽപ്പടി വിതരണക്കാർക്ക് പണം നൽകാനുള്ള നടപടികളൊക്കെയായി കുറച്ച് പണം കൊടുത്തു തുടങ്ങി എന്നൊക്കെ. പക്ഷേ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ളതാണ് റേഷൻ ഈ പറയുന്ന സമരം ചെയ്യുന്നവർ പറയുന്നത്. അതോടൊപ്പം തന്നെ മന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ മറ്റൊരു ശ്രദ്ധേയമായ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് മന്ത്രി പറയുകയാണ്, ഈ സമരം ഒരു കാരണവശാലും ബാധിച്ചിട്ടില്ല, സംസ്ഥാനത്തെ റേഷൻ കടകളിലൊക്കെ 1.5 മാസത്തേക്കുള്ള സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അത് വടക്കൻ കേരളത്തിലെ പലയിടങ്ങളിലും മിക്കവാറും സ്ഥലങ്ങളിൽ എന്ന് വേണമെങ്കിലും റേഷൻ വ്യാപാരികൾ പറയുന്നത് വെച്ച് നമുക്കത് സൂചിപ്പിക്കാവുന്നതാണ്. ആ സ്ഥലങ്ങളിൽ ഒരിടത്തും റേഷൻ കടകൾ പൂർണ്ണമായും കാലിയായി കിടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ നൽകുന്നത്. എല്ലായിടത്തും ഈ പറയുന്ന രീതിയിൽ അരി സ്റ്റോക്കില്ല എന്നുള്ള ഒരു നോട്ടീസും അവിടെയെല്ലാം പതിപ്പിച്ചിട്ടുണ്ട്. അതായത് സംസ്ഥാനത്തെ ഈ റേഷൻ കടകളൊക്കെ, റേഷൻ വ്യാപാരികൾ പോലും ഇത്ര വൃത്തിയായ കടകൾ കണ്ടിട്ടുണ്ട്. കാരണം വരുന്ന ഭക്ഷ്യധാന്യങ്ങളും ഒക്കെ സൂക്ഷിച്ച് അതിന്റെ കൈമാറ്റവും ഒക്കെ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് എപ്പോഴും അവിടെ ഈ ചാക്കുകളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ റേഷൻ കടകളിലൊന്നും, നമ്മൾ ഈ പുറത്തു വിടുന്ന ദൃശ്യങ്ങളുള്ള റേഷൻ കടകളിലൊന്നിലും ഒരു ചാക്ക് അരി പോലും ഇല്ല എന്നുള്ളത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ദയനീയമാണ് സംസ്ഥാനത്തെ റേഷൻ കടകളുടെ അവസ്ഥ. അവിടെ വിതരണം ചെയ്യാനുള്ള ഒരു വസ്തു പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിരിക്കുകയാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത്. റേഷൻ കടകളിൽ 1.5 മാസത്തേക്കുള്ള സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഈ 1.5 മാസത്തേക്കുള്ള സ്റ്റോക്കുള്ള റേഷൻ കടകൾ എത്രണ്ണമുണ്ട് എന്നുള്ളത് കൂടി മന്ത്രി വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം 12-ാം തീയതി തുടങ്ങിയ സമരമാണ്. ഇന്നിപ്പോൾ ഇത്രയും ദിവസമായിരിക്കുന്നു. ഈ റേഷൻ ഈ പറയുന്ന സമരം ചെയ്യുന്ന വാതിൽപ്പടി വിതരണക്കാരുമായി ഒരു ചർച്ച നടത്താൻ പോലും മന്ത്രിയും സർക്കാരും തയ്യാറായിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അവർ എപ്പോഴും ചൂണ്ടിക്കാട്ടുന്നതാണ്, സമരങ്ങൾ നടത്തുമ്പോൾ കുറച്ച് തുക അനുവദിച്ച് തടിതപ്പുന്നതാണ് സർക്കാരിന്റെ രീതി എന്നുള്ളത്. ഏതാണ്ട് 2-3 മാസങ്ങൾക്ക് മുൻപാണ് സംസ്ഥാനത്ത് വാതിൽപ്പടി വിതരണവും അവരുടെ സമരവും അതോടൊപ്പം തന്നെ റേഷൻ വ്യാപാരികളുടെ സമരവും ഏതാണ്ട് ഒരേ ദിവസങ്ങളിൽ അടുത്തടുത്ത ദിവസങ്ങളിലൊക്കെ നടക്കുന്നതും റേഷൻ വിതരണം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നതും. അതിലും വലിയ പ്രതിസന്ധിയിലേക്കാണ് സംസ്ഥാനത്തെ റേഷൻ വിതരണം ഇപ്പോൾ നേരിടുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ എവിടെയും റേഷൻ ഉൽപ്പന്നങ്ങൾ കിട്ടാനില്ല, അല്ലെങ്കിൽ കൊടുക്കാൻ തങ്ങളുടെ കയ്യിൽ സ്റ്റോക്കില്ല എന്നുള്ളതാണ് വ്യാപാരികൾ ആവർത്തിച്ച് പറയുന്നത്. അപ്പോഴും സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഈ പറയുന്ന റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവുമില്ല, എല്ലാം ശരിയായി നടക്കുന്നു, എല്ലാം കറക്റ്റായി നടക്കുന്നു എന്നുള്ളത്. പക്ഷേ ദൃശ്യങ്ങൾ സംസാരിക്കുന്നത്, റേഷൻ വ്യാപാരികൾ സംസാരിക്കുന്നത്, ഇതൊക്കെ കൃത്യമായി നമുക്ക് ഈ പറയുന്ന രീതിയിൽ സർക്കാർ പറയുന്നത്, മന്ത്രി പറയുന്നത് തെറ്റായ കാര്യമാണ് എന്ന് സമർത്ഥിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ സംസ്ഥാനത്തെ റേഷൻ വിതരണം പൂർണ്ണമായും പാളിച്ചയിലാണ്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ മൺസൂൺ കൂടിയായിരിക്കുന്നു. റേഷൻ വിതരണം നടത്താനുള്ള അരി എവിടെയുമില്ല. അതുകൊണ്ട് തന്നെ റേഷൻ വാങ്ങാൻ വന്നാൽ കാലിയായ കടകൾ കാണിച്ചു കൊടുക്കാതെ മറ്റൊരു മാർഗവും വ്യാപാരികളുടെ മുന്നിലുമില്ല. രോഹിണി. പ്രജിത്ത്, നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയാണ് കുടിശ്ശിക തുക പരമാവധി വീട്ടും എന്ന് ഗവൺമെന്റിന്റെ ഉത്തരവ് വന്നത്. അതനുസരിച്ച് വാതിൽപ്പടി
വിതരണക്കാരുടെ സമരം അവസാനിപ്പിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും സർക്കാർ വച്ചു പുലർത്തിയിരുന്നു. പക്ഷേ അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഇതെല്ലാം തകിടം മറിയുന്ന ഒരു കാഴ്ച കണ്ടതാണ്. ഇപ്പോൾ നിലവിൽ സർക്കാർ ഈ റേഷൻ വിതരണത്തിൽ അടക്കം വരുന്ന പ്രതിസന്ധിയെ കണ്ടില്ല എന്ന് നടിക്കുകയും ഇതിൽ മലക്കം മറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവന നടത്തുകയും ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ റേഷൻ സംവിധാനത്തെ ആശ്രയിച്ച് കഴിയുന്ന വളരെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ നിരവധി ജനവിഭാഗമുണ്ട്. അവരുടെ കഞ്ഞിയിൽ മണ്ണുവാരി ഇടുന്ന ഒരു പ്രവണത കൂടിയല്ലേ സർക്കാർ ഇപ്പോൾ വച്ച് നടത്തുന്നത്? പറയുന്ന ഒരു കണക്കുണ്ട്. സംസ്ഥാനത്തെ തന്നെ 30-35% ആളുകൾ ഈ റേഷൻ ഉൽപ്പന്നത്തെ വളരെ കാര്യമായി 35% ആളുകൾ ഈ റേഷൻ ഉൽപ്പന്നത്തെ വളരെ കാര്യമായി ഉപയോഗപ്പെടുത്തുന്നവരാണ്. അത് കൃത്യമായി വാങ്ങിക്കൊണ്ട് പോയി അതിൽ ഉപജീവനം കഴിക്കുന്നവരാണ് എന്നുള്ളത് അത് ഒരു യാഥാർത്ഥ്യമായ കണക്ക് തന്നെയായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ അത്രയധികം ആളുകൾ സംസ്ഥാനത്ത് ഈ റേഷൻ ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ചുകൊണ്ട് അല്ലെങ്കിൽ റേഷൻ വിതരണത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് ഈ ഡെയിലി വേജസ് അല്ലെങ്കിൽ അന്നന്നത്തെ ജോലി ചെയ്ത് അന്നന്ന് ശമ്പളം വാങ്ങിക്കുന്ന ആളുകളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ആശ്രയവുമാണ് റേഷൻ കടകൾ എന്നതിലും തർക്കമില്ല. അതുകൊണ്ട് ഒരു പ്രശ്നം ഏറ്റവും പുതിയതായി വരുന്നത് ഈ മൺസൂണാണ്. കാലവർഷം തുടങ്ങിക്കഴിയുമ്പോൾ ഈ പറയുന്ന പലർക്കും അന്നന്നത്തെ ഈ പറയുന്ന രീതിയിലുള്ള പല ജോലികളും ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാതെയാകും. അത് അക്കാലത്ത് ഈ പഞ്ഞമാസം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനൊരു അലങ്കാരികമായി പറയാം. അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ മഴ കാരണം ദിവസവും ജോലിക്ക് പോയി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്ന ആളുകളെ സംബന്ധിച്ചോളം റേഷൻ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് അവരുടെ ആശ്രയം. അപ്പോൾ അത് വിതരണം ചെയ്യാൻ അത് വാങ്ങാൻ റേഷൻ കടകളിൽ സാധനങ്ങളില്ലെങ്കിൽ ഈ പറയുന്ന സാധാരണക്കാർ തന്നെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കും. അത് ഒരു പ്രത്യേകിച്ച് പഠനങ്ങളോ ഒന്നും ആവശ്യമില്ല, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഈ വിഷയം തന്നെയാണ് കാലവർഷം അടുത്തിരിക്കുന്നുള്ള വിഷയം തന്നെയാണ് റേഷൻ വ്യാപാരികൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ ലോഡുകൾ വരികയാണെങ്കിൽ തന്നെ അത് വിതരണം ചെയ്യുന്നതിലും അല്ലെങ്കിൽ ആ ലോഡുകൾ വരുമ്പോൾ വീണ്ടും അത് അളക്കുന്നതും തൂക്കുന്നതും ഒക്കെയുള്ള ഒരുപാട് പ്രായോഗികമായ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് തന്നെ ഓരോ മാസത്തെയും റേഷൻ വിഹിതം കൃത്യമായി ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിൽ ഏറ്റവും ദയനീയം നിറഞ്ഞൊരു അവസ്ഥയെന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് പലവിധ സമരങ്ങൾ നടന്നിട്ടുണ്ട്. റേഷൻ കടകളുടെയൊക്കെ അല്ലെങ്കിൽ റേഷൻ കടകളിൽ ഉൽപ്പന്നങ്ങൾ എത്താത്ത പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു വലിയ പ്രദേശത്തെ റേഷൻ കടകൾ പൂർണ്ണമായും കാലിയായി കിടക്കുന്ന ഒരു സാഹചര്യം എന്നൊക്കെ കേരളത്തിൽ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്തൊരു വിഷയമാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ റേഷൻ കടകളിൽ പലതും പൂർണ്ണമായും കാലിയായിരിക്കുന്നു. ചില കടകളിലാകട്ടെ ഇപ്പോൾ 1-2 ചാക്ക് അരി മാത്രമുള്ള സാഹചര്യം ഉണ്ടാകുന്നു. മറ്റു ചിലയിടങ്ങളിൽ കുറച്ച് ആളുകൾക്ക് കൊടുക്കാനുള്ള റേഷൻ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു. ചിലയിടങ്ങളിൽ മിക്ക ഉൽപ്പന്നങ്ങളും കിട്ടാനില്ല. അങ്ങനെ പലവിധമായ പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനത്ത് ഈ പറയുന്ന റേഷൻ കടകൾ കടന്നു പോകുന്നത്, റേഷൻ വ്യാപാരികൾ കടന്നു പോകുന്നതുകൊണ്ട് ആളുകൾ വന്ന് സാധനങ്ങൾ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് മടക്കിവിടേണ്ട ഒരു സാഹചര്യം അവർ നേരിടുന്നുണ്ട്. വലിയ പ്രതിസന്ധിയിലൂടെ സംസ്ഥാനത്തെ റേഷൻ വിതരണം മുന്നോട്ട് പോകുന്നു. അപ്പോഴും ഇതിൽ 12-ാം തീയതി അവർ സമരം തുടങ്ങുന്നു. പിന്നീട് ഈ കഴിഞ്ഞ 19-ാം തീയതി അന്ന് നമ്മൾ മന്ത്രിയോട് ഈ വിഷയം ഉന്നയിച്ചപ്പോൾ മന്ത്രി പറഞ്ഞത് അവർക്ക് നൽകാനുള്ള പണമായി അതിനുള്ള ഉത്തരവിറങ്ങിയിട്ടുണ്ട്. ട്രഷറിയിൽ നിന്ന് തന്നെ ഇന്ന് തന്നെ ഇതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമെന്നുള്ളതാണ്. ഇന്ന് 19-ാം തീയതി കഴിഞ്ഞ് ഇന്ന് ഇത്രയും ദിവസമായിരിക്കുന്നു. അത് ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം. കാരണം ട്രഷറിയിൽ പണമുണ്ട്, അത് ഇതിനു വേണ്ടിയിട്ടാണ് ഈ പണം അനുവദിച്ചിരിക്കുന്നതെങ്കിൽ ആ പണം ഈ പറയുന്ന സമരം ചെയ്യുന്ന ആളുകളിലേക്ക് എത്താൻ അധികം സമയമൊന്നും വേണ്ട ഈ പുതിയ കാലത്ത്. പക്ഷേ അപ്പോൾ ട്രഷറിയിൽ പോലും പണമില്ല എന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടാണ് റേഷൻ വിതരണത്തിന് തങ്ങൾ പണം അനുവദിച്ചു, അതിന്റെ ഉത്തരവായിട്ടുണ്ട്, റേഷൻ വിതരണം ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും നേരിടുന്നില്ല എന്നുള്ളത് ഈ കാലിയായി കിടക്കുന്ന റേഷൻ കടകളുടെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴും മന്ത്രി ആവർത്തിക്കുന്നത്. രോഹിണി. ശരി പ്രജിത്ത്, സംസ്ഥാനത്ത് റേഷൻ വിതരണം കടുത്ത പ്രതിസന്ധിയിലൂടെ തന്നെയാണ് നീങ്ങുന്നത്. പക്ഷേ അവിടെ കണ്ണടച്ചിരുട്ടാക്കുന്ന സമീപനമാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിക്കുള്ളത്. യാതൊരുവിധ പ്രതിസന്ധിയുമില്ല എന്നാണ് മന്ത്രിയുടെ നിലപാട്. പ്രജിത്ത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.